പത്തനംതിട്ടയിൽ എന്തുപറ്റി? മുന്നണികൾ അമ്പരപ്പിലാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണത്തേക്കാൾ 10% കുറവ്. ൽ നിന്ന് കൂപ്പുകുത്തിയത് 64%. നിയമസഭാ മണ്ഡലം വെച്ചുള്ള കണക്ക് നോക്കിയാൽ ഏറ്റവും കുറവ് പൂഞ്ഞാറിലാണ്, 12% ഇടിവ്. ഈ പൂഞ്ഞാറാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തട്ടകം. പത്തനംതിട്ടയിൽ സീറ്റ് മോഹിച്ച് നിരാശയുടെ പടുകുഴിയിൽ വീണ PC ജോർജിന്റെയും പ്രവർത്തന മണ്ഡലം. ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയടക്കം ന്യൂനപക്ഷ പോക്കറ്റുകളുള്ള മേഖല. പൂഞ്ഞാറിനോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലുമുണ്ടായി 10% കുറവ്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായെന്നും നിരാശരായ CPMകാരാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്നും UDF അവകാശപ്പെടുന്നു. RSSന് വേരോട്ടമുള്ള ആറന്മുള മണ്ഡലത്തിൽ 9% കുറവുണ്ടായി. ശബരിമല വിഷയം കത്തിനിന്ന ഒരു തിരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രനെ പോലെയൊരു സംസ്ഥാന നേതാവ് മത്സരിച്ചപ്പോഴുള്ള തിരയിളക്കം അനിൽ ആന്റണി ഉണ്ടാക്കിയോ എന്നതാണ് ഉയരുന്ന ആകാംക്ഷ. പക്ഷേ ക്രിസ്ത്യൻ വോട്ടിൽ കുറച്ചു BJPയിലേക്ക് പോയോ എന്ന് UDF സംശയിക്കുന്നുണ്ട്. CPMന് താഴെത്തട്ടിൽ വേരോട്ടമുള്ള കോന്നി, അടൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് താരതമ്യേന കുറഞ്ഞില്ല എന്ന കണക്കിലാണ് LDF ആശ്വസിക്കുന്നത്. അടൂരിൽ 6%, കോന്നിയിൽ 8% കുറവാണുണ്ടായത്. ഇപ്പോൾ LDF MLAമാരുള്ളതും എന്നാൽ UDFന് അടിവേരുള്ളതുമായ തിരുവല്ല, റാന്നി മണ്ഡലങ്ങളിൽ 8% കുറവുണ്ടായി. പക്ഷേ ഈ മണ്ഡലങ്ങളിലെല്ലാം ചെറുപ്പക്കാർ നാട്ടിലില്ല എന്ന പ്രശ്നവും പരിഗണിക്കണം. 65.76% പോളിംഗ് നടന്ന 2014 ആന്റോ ആന്റണിക്ക് 56,191 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയതാണ് UDF ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ 3 തവണയായി ആന്റോയുടെ ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നതാണ് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം.